ആദ്യം ഞാൻ ശ്രീ രാജു പി നായർ. രാജു പി നായർ, ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കുകയാണ്, മുഖ്യമന്ത്രി പിണറായി വിജയനും BJPയും ചോദിക്കുന്നത് സ്വന്തം പതാക, സ്വന്തം കൂടെയുള്ളവരുടെ പതാക പോലും സംരക്ഷിക്കാൻ അറിയാത്തവരാണോ രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കുന്നത്? രാജ്യത്ത് BJPയെ താഴെ ഇറക്കാൻ പോകുന്ന ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, STPയുടെ പിന്തുണ, നിങ്ങൾക്ക് ഇതായിരുന്നു നിലപാടെങ്കിൽ STPയെ പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച് ആ മണിക്കൂറിൽ നിങ്ങളുടെ നേതാക്കൾക്ക് പറയാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. 3 ദിവസത്തെ കൺഫ്യൂഷന് ശേഷം നിങ്ങൾ നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാക്കാനുള്ള ഡാമേജ് ഉണ്ടാക്കിയിട്ടില്ലേ രാജു പി നായർ? ഹാഷ്മി, എന്തായാലും ഹാഷ്മി, BJPയും മുഖ്യമന്ത്രിയും എന്ന് പറഞ്ഞത് നന്നായി. BJPയും മുഖ്യമന്ത്രിയുടെയും സ്വരം ഒന്നാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടുകൊണ്ടാണല്ലോ അത്തരത്തിലുള്ള പ്രയോഗം നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ പിണറായി വിജയന്റെയും അമിത്ഷായുടെയും സ്റ്റേറ്റ്മെന്റ് ഒരേ ഓഫീസിൽ നിന്നാണോ തയ്യാറാക്കുന്നതെന്ന് സംശയിക്കേണ്ട രീതിയിലാണ് പ്രതികരണങ്ങൾ വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്താ? ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് സാമൂഹിക നീതിയും സാമ്പത്തിക നീതിയും നിഷേധിക്കപ്പെട്ട ഒരു ജനത, അവരുടെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി ഈ രാജ്യത്ത് നിന്ന് നിലനിൽക്കുന്ന സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള BJPയുടെ സർക്കാരിനെതിരെയുള്ള വോട്ടാണ്. അതിന്റെ ഭാഗമായിട്ടാണ് 2.5 മാസക്കാലം നീണ്ടുനിന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര നടത്തിയത്. ആദ്യത്തെ യാത്ര വർഗീയതയ്ക്കെതിരെയും വിദ്വേഷത്തിനെതിരെയുള്ള യാത്രയായിരുന്നെങ്കിൽ രണ്ടാമത്തെ യാത്ര കൂടുതലായി പ്രാധാന്യം നൽകിയത് സാമ്പത്തിക നീതിക്കും സാമൂഹിക നീതിക്കും വേണ്ടിയുള്ള യാത്രയാണ്. അത് ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രിയാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 യാത്രയുടെ ആത്മാവിനെ കാണാൻ സാധിക്കും. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട തീരുമാനിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ സീതാറാം യെച്ചൂരിക്ക് ഇല്ലാത്ത ആക്ഷേപങ്ങൾ പിണറായി വിജയന് വരുന്നത് നേരത്തെ അങ്ങ് അറിയാതെയാണെങ്കിലും ഒരു പക്ഷേ ഉപയോഗിച്ച BJPയും പിണറായി വിജയൻ ഞാൻ CPM എന്ന് പറയില്ല. ഇവിടെ ആയുധം കൊടുക്കുന്നത് നിങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് എതിരിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആയുധം എടുക്കും. ഇപ്പൊ STPയുടെ പിന്തുണയുടെ കാര്യത്തിലാവട്ടെ, വയനാട് BJPയെ പേടിച്ച് ലീഗിന്റെ കൊടി ഉയർത്താതിരിക്കുന്ന, നിങ്ങളുടെ കൊടി പോലും എടുക്കാതിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ സാഹചര്യത്തിലാവട്ടെ, സർ ആയുധം കൊടുക്കും നിങ്ങളല്ലേ? അത് മുഖ്യമന്ത്രി ഏറ്റെടുക്കും, BJP ഏറ്റെടുക്കും, സ്വാഭാവികമല്ലേ അത്? ഇല്ല, ഞാൻ പറയട്ടെ, ഒരിക്കലുമല്ല. ആയുധം ആരെങ്ങനെ തെരഞ്ഞെടുക്കുന്നതിനെ സംബന്ധിച്ചാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകളിൽ മുഴുവൻ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ നടത്തിയിരിക്കുന്ന മുഴുവൻ പ്രസംഗങ്ങളും ഞങ്ങൾ പഠിച്ചു എന്നാണ് CPMന്റെ പ്രതിനിധികൾ പറയുന്നത്. ആ യാത്രയിൽ മുഴുവൻ ഉയർത്തിയ 46 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ പിണറായി വിജയൻ പറയുന്നുണ്ടോ? ഈ ദളിതർക്കും അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗക്കാർക്കും ആദിവാസികളും ഈ സർക്കാരിന്റെ നയരൂപീകരണത്തിൽ പങ്കില്ലാതായതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം, ഞാൻ ഒരുമാതിരിപ്പെട്ട മുഴുവൻ യാത്രയിലും കൂടെ ഉണ്ടായി അദ്ദേഹം സംസാരിച്ചത് കേട്ട ഒരാളാണ്. പിണറായി വിജയൻ ആ ആയുധം എടുക്കുന്നുണ്ടോ? അതല്ലേ ഈ തെരഞ്ഞെടുപ്പിന്റെ ആയുധം. ഈ ആയുധങ്ങളൊന്നും എടുക്കാതെ അമിത്ഷായുടെ പ്രസ്താവന എടുത്തുവെച്ച് വായിക്കുന്ന പിണറായി വിജയൻ എടുക്കുന്ന ആയുധം BJPക്ക് വേണ്ടിയുള്ള ആയുധമാണ്. അതല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി ഉപയോഗിച്ചില്ല എന്നുള്ളത് ഇനി തർക്കത്തിന് വേണ്ടി ഈ പറയുകയാണെന്ന് വിചാരിച്ചോ, അതൊരു വിഷയമാണെന്ന് പറയാമെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയല്ലേ അതിനകത്ത് അതൃപ്തി രേഖപ്പെടുത്തേണ്ടത്? അവരല്ലേ പ്രതിഷേധിക്കേണ്ടത്? അതുകൊണ്ട് പറഞ്ഞുകൂടാന്നില്ലല്ലോ. പക്ഷെ 24 ആൾക്കാരുണ്ടായിരുന്നല്ലോ. അല്ല രാജു പി നായർ, ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ വയനാട് എന്ന് പറയുന്ന ആ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് വലിയ പ്രാധാന്യമുള്ള വലിയ വോട്ട് ബേസ് ഉള്ള ഒരു മണ്ഡലമാണ്. അവിടെ രാഹുൽ ഗാന്ധിയുടെ വലിയ ഭൂരിപക്ഷത്തിൽ മുസ്ലിം ലീഗിന് ചെറുതല്ല വലിയ പങ്ക് അവിടെയുണ്ട്. അവരെ കൂട്ടി റോഡ് ഷോ നടത്തുമ്പോൾ അവരുടെ കൊടി വേണ്ട എന്ന് പറയുന്നതിന് നിങ്ങൾ ഈ പറയുന്ന വിദണ്ഡവാദം കൊണ്ട് ന്യായീകരിക്കത്തക്കതാണോ? നിങ്ങൾ പേടിച്ച് കൊടിയെടുത്തില്ല എന്ന നറേറ്റീവിനല്ലേ കൂടുതൽ സ്വീകാര്യത കിട്ടുക രാജു പി നായർ? ഹാഷ്മി, ആ യാത്രയിൽ ഇന്നലെ നടന്ന റോഡ് ഷോയിൽ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിന്റെ മുഴുവൻ സഹോദരന്മാരുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എങ്ങനെ പ്രചരണം നടത്തും എന്നുള്ളത് കുഞ്ഞാലിക്കുട്ടി സാഹിബും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഒരുമിച്ച് തീരുമാനിച്ചുകൊണ്ട് അവിടെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ആ ന്യായ് പദ്ധതിയെ സംബന്ധിച്ചിട്ടുള്ള വിശദീകരണം നടത്തുന്ന ഒരു റോഡ് ഷോ ആയി മാറി. അതിനുശേഷം ആദിവാസി ഊരിൽ ചെന്ന് ആ ആദിവാസികളോട് സാമ്പത്തിക നീതിയെക്കുറിച്ചും സാമൂഹിക നീതിയെക്കുറിച്ചും പറഞ്ഞ ഒരു പ്രചരണമാണ് നടത്തി. അപ്പം ഞങ്ങളുടെ ഇന്നലത്തെ റോഡ് ഷോ, വയനാട്ടിൽ ഉണ്ടായിരുന്ന പ്രചരണം, അതിനു മുമ്പ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത് വളരെ കൃത്യമായിട്ടൊരു രാഷ്ട്രീയമാണ്. ശരി രാജുപിതാർ, പക്ഷേ ആർജവമൊന്നുമില്ലേ? കാര്യം ശരിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ലീഗിന്റെ കൊടി കാണിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇറങ്ങി പ്രചരണം നടത്തി എന്നുള്ള വ്യാഖ്യാനിച്ച കള്ളപ്രചരണം ഉണ്ടായി. അതുകൊണ്ട് കൊടിയെടുക്കാൻ പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഇന്റഗ്രിറ്റി ചോദ്യം ചെയ്യപ്പെടുകയല്ലേ കോൺഗ്രസിന്റെ? അങ്ങനെ ഞങ്ങൾ ഭയക്കുന്നവരല്ല, ഈ കൊടി ഞങ്ങൾ എടുക്കുന്നു, നിങ്ങൾ ആ നറേറ്റീവ് ഇറക്കിയാൽ അത് പൊളിക്കാനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ട് എന്ന് പറയല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്?
ഹാഷ്മി, കൊടിയെടുക്കാൻ ആര് പേടിക്കുന്നു? അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ തിരഞ്ഞെടുപ്പ് എങ്ങനെ നടക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഞങ്ങൾ അതിനനുസരിച്ചുള്ള മുദ്രാവാക്യങ്ങളും അതിനനുസരിച്ചുള്ള പ്രചരണ രീതികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ച മാതിരി AKG സെന്ററിൽ നിന്നാണോ തീരുമാനിക്കേണ്ടത്? അതൊന്നും വേണ്ട. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിനെ ദുർവ്യാഖ്യാനം ചെയ്ത്, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ ഒരു വർഗീയ ഇതായിട്ട് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് കേരളത്തിൽ അത് തങ്ങൾക്ക് അനുകൂലമാക്കി ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു വൃഥാശ്രമം പിണറായി വിജയൻ നടത്തുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് തുടങ്ങിയല്ലോ. ഇന്നേ വരെ പിണറായി വിജയൻ BJP ആക്രമിക്കുന്നത് കേട്ടോ? ഇവിടെ കോൺഗ്രസിന് ഇല്ലാത്ത വർഗീയതയുടെ ആരോപണങ്ങളും പുകമറകളും ഉണ്ടാക്കി പച്ചക്കള്ളം ഒരു നുണയനെ പോലെ ഈ സംസ്ഥാനത്ത് മുഴുവൻ നടന്നുകൊണ്ട് വസ്തുതകൾ മുന്നിൽ വരുമ്പോഴും താൻ നുണയെ പറയൂ എന്നുള്ള അമിത്ഷായുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് പിണറായി വിജയൻ പോകുന്നതാണ് കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ അജണ്ട എന്താ? ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ അജണ്ട ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ സാമ്പത്തിക അസമത്വവും സാമ്പത്തിക നയങ്ങളും കൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു. അത് മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് മുന്നോട്ട് വെച്ച് അവരെ സ്വാധീനിക്കാൻ കഴിയുക. ആ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ സാമൂഹിക നീതിക്കും സാമ്പത്തിക നീതിക്കും വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് നടത്തിയാൽ ഒരു സംശയവും വേണ്ട, വർഗീയ ശക്തികൾ അറബിക്കടലിലാണ്. പക്ഷെ ആ വർഗീയ ശക്തികൾ പോകരുത്. ഈ തെരഞ്ഞെടുപ്പിനെ വർഗീയമാക്കി മാറ്റണം. അത് BJPയേക്കാൾ വലിയ വർഗീയവാദിയായിട്ട് മാറുന്നു. ഒരു കാരണം കൂടി പിണറായി വിജയൻ പറയണം, അങ്ങനെ കൊടിയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ എങ്ങനെയാണ് ആ മലപ്പുറത്ത് ചെല്ലുമ്പോൾ ചെമ്പടയോ എന്താ രക്തപതാക എങ്ങനെയാണ് പച്ചപ്പതാകയായി മാറിയത്? എങ്ങനെയാണ് പച്ചപ്പതാകയായി മാറുന്നത്? അപ്പൊ രാഷ്ട്രീയം ഇവരാണ് ആ വർഗീയ രാഷ്ട്രീയം കളിക്കുന്നത്. ശരി, ചോദിക്കാം. രണ്ട് വിഷയങ്ങൾ. ഇവർ എത്ര ആവേശത്തോടെ പറയുന്നത് രക്തസാക്ഷികളുടെ രക്തത്തിൽ നിന്നുണ്ടാക്കിയ പതാക അല്ലെ? ജയിലകത്തെ കൈമുറിച്ച് ആ രക്തത്തിൽ നിന്നുണ്ടാക്കിയ രക്തപതാക, ആ രക്തപതാകതയ്ക്ക് മലപ്പുറത്തേലും എങ്ങനെയാ പച്ചപ്പതാകയായി മാറുന്നത്? പച്ചപ്പതാകയായി മാറുന്നത് ന്യൂനപക്ഷങ്ങളെ അത്തരത്തിലൊന്നും തട്ടിപ്പ് കാണിച്ച് മുന്നോട്ട് പോകാന്ന് വിചാരിക്കരുത്. അല്ല, രക്തപതാക പച്ചപ്പതാക എവിടെയാണ്? CPM-ന്റെ പതാക ഞാൻ കാണിച്ചു തരാം. ഞാൻ അങ്ങേക്ക് കാണിച്ചു തരാം. ഫോട്ടോ ഞാനിപ്പോ കാണിച്ചു തരാം, എടുത്ത് കാണിച്ചു തരാം. ഞാൻ